കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. ഇന്ന് നമ്മൾ അവസാനം കണ്ടത് അങ്ങനെ നയന അനാമികനെ കാണുന്നുണ്ട്. അനാമികയെ കണ്ടിട്ട് നയന അനിയെ കുറിച്ചും നന്ദുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അവര് തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമാണ്. അനാമിക ഉദ്ദേശിക്കുന്ന പോലെ വേറൊരു തരത്തിലുള്ള ബന്ധമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് അനാമിക കൂട്ടാക്കുന്നില്ല. അനാമിക വളരെ ക്രൂരമായ രീതിയിലാണ് നയനോട് സംസാരിച്ചുകൊണ്ടിരിക്കണേ. അവസാനം നയന പറഞ്ഞു, ഞാൻ പറയാനുള്ള പറഞ്ഞു, ഇനിയല്ല അനാമികയുടെ ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, അനിയുടെ മനസ്സിലിപ്പം വേറൊന്നുമില്ല. അനിയുടെ മനസ്സിൽ അനാമികയോട് സ്നേഹമില്ലെന്ന് അനാമിക്കൊരു തോന്നലൊക്കെ ഉണ്ടായിരിക്കും. അത് വെറുതെ തോന്നുന്നു മാത്രം. അവൻ ഇപ്പോഴും അവന്റെ ആ കുട്ടത്തം മാറിയിട്ടില്ല. അതുകൊണ്ടാണ് അവനിപ്പോ വിവാഹമേ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ. അല്ലാതെ അനാമികയോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടൊന്നുമല്ല. കല്യാണം കഴിയുമ്പോൾ അതൊക്കെ ശരിയായിക്കോളും. അവൻ ഈ കല്യാണം നീട്ടി വെക്കണമെന്ന് പറയുന്ന പോലും അതുകൊണ്ടാണ്. അവന്റെ മനസ്സിന് ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നും ഇല്ലാന്ന് പറയണം എന്നും പറഞ്ഞിട്ടാണ് നയന പോണത്. അങ്ങനെ നയന പോയി കഴിഞ്ഞപ്പോ അനാമിക്ക് സംശയമായി, നീ ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ? നന്ദുവായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് മാത്രം ആണോ ഉള്ളത്? ഇനിയിപ്പൊ താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോ കാര്യങ്ങള്. എനിക്ക് ചിലപ്പോൾ അവളോട് ഇഷ്ടമൊന്നും ഉണ്ടായിരിക്കത്തില്ല. എല്ലാം ചിലപ്പോൾ തന്റെ വെറും തോന്നൽ മാത്രമാണോ എന്നൊരു ചിന്തയൊക്കെ അനാമികയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് നയനെ ഉദ്ദേശിച്ച് എങ്ങനെയെങ്കിലും അനാമികയുടെ മനസ്സിൽ നിന്ന് നന്ദുവിന് എന്നുള്ള ചിന്ത അങ്ങ് മാറ്റിക്കളയണം. എങ്കിൽ മാത്രമേ എനിക്ക് അനാമിക്ക് നല്ലൊരു കുടുംബജീവിതം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം വീട്ടിലേക്ക് വന്ന് കയറിയാലും അവരിത് പറഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ അവരുടെ ജീവിതം തകരാൻ ഇട വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെയും ചേച്ചിനെ നന്ദുവിനെയൊക്കെ കുറ്റപ്പെടുത്തും. ഏറ്റവും കൂടുതലായിട്ട് അച്ഛനും അമ്മേനെ ആയിരിക്കും കുറ്റപ്പെടുത്തുന്നത്. അതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ അതിനു മുമ്പ് തന്നെ, കല്യാണത്തിന് മുമ്പ് തന്നെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീരണം അങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഈ സമയം നന്ദു വീട്ടിലേക്ക് പോകണം. നന്ദു വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് അനിയുടെ കോള് വരുന്നത്. അനി വിളിച്ചു ചോദിച്ചു, നന്ദു എവിടെയാന്ന് ചോദിക്കണം. ഞാൻ വീട്ടിലേക്ക് പോവാ, എനിക്ക് അത്യാവശ്യമായിട്ട് നന്ദുവിനെ ഒന്ന് കാണണം എന്ന് പറയാം. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, കാണാം, വരാൻ പറയാണ്. കാരണം നന്ദുവിന് ആവശ്യമായിരുന്നു അനിയനെ ഇന്ന് കാണണം. കാരണം മുമ്പത്തെ പോലെയല്ല, നയനേച്ച് വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അനിയെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ തനിക്കുണ്ട്. അതുകൊണ്ട് അനിയെ കാണാൻ തന്നെ നന്ദു തീരുമാനിക്കുക. അങ്ങനെ അനി വന്നു. നന്ദും കൂടെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോൾ അനി ചോദിച്ചു, കുടിക്കാൻ എന്താ വേണ്ട? എനിക്ക് എന്തൊരു ജ്യൂസ് മതി എന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും ഇരുന്ന്, അല്ല എന്തോ പറയാനുണ്ടെന്ന് അനി പറഞ്ഞു. എന്ത് കാര്യമെന്ന് ചോദിക്കാം. ഞാൻ അനാമികനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവളോട് ഞാൻ പറഞ്ഞു, ഞാനും അവളുമായിട്ട് ഒത്തുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. വിവാഹം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ തമ്മിൽ സെറ്റാകത്തില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുക്കാൻ പോവാന്ന് പറയാം. ഇത് കേട്ടോ നന്ദു പറഞ്ഞു, അനി എന്തൊക്കെയാ പറയണേ? അല്ല ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനാമിയോട് അധികം താല്പര്യമില്ല. അവളെ വിവാഹം കഴിക്കാനായിട്ട് ഒരിക്കലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ മനസ്സിൽ നീയാ നന്ദു. നീ ഇല്ലാത്ത ഒരു ജീവിതം അതെനിക്ക് ചിന്തിക്കാൻ പോലും ഇപ്പൊ പറ്റുന്നില്ല എന്ന് പറയാം. കല്യാണ ദിവസം അടുക്കുന്തോറും എന്റെ മനസ്സിലേക്ക് നീ കൂടുതൽ തെളിമയോടെ കടന്നു വന്നുകൊണ്ടിരിക്കുവാന്ന് പറയാം. പെട്ടെന്ന് നന്ദു പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയരുത് നീ. കാരണം നീ അനാമികയെ സ്നേഹിക്കണം. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിന്റെ അനാമികയുടെ വിവാഹം നടക്കാൻ പോണേ. നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവണം. അതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം ഒരിക്കലും ഞാൻ അനന്തപുരി തറവാട്ടിലേക്ക് വരാൻ പറ്റുന്ന ഒരു മരുമകളല്ല. കാരണം ആ വീട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കലും നന്നായിട്ട് ശാശ്വതമായിട്ട് മുന്നോട്ട് പോകത്തില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. ആ വീട്ടിലേക്ക് കയറി വരാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. ഒരു പക്ഷേങ്കിൽ നമ്മൾ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് വീട്ടിലുള്ളവർ അറിഞ്ഞാൽ പോലും പിന്നെ അതായിരിക്കും ഏറ്റവും വലിയ പ്രശ്നം. എൻ്റെ ചേച്ചിമാരുടെ കാര്യം എല്ലാം എനിക്ക് നോക്കണം. എൻ്റെ അച്ഛനും അമ്മയുടെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ എന്തുമാത്രം വിഷമാവെന്ന് അറിയാവോ? അത് മാത്രമല്ല, നാട്ടുകാർ തന്നെ എന്ത് പറയുന്നു ഓർത്തു നോക്കി. എൻ്റെ അച്ഛനും അമ്മേനെ എല്ലാവരും കുറ്റപ്പെടുത്തുള്ളൂ. അതുകൊണ്ട് അനാമേനെ വിവാഹം കഴിച്ചാൽ മതി. ഇനി ഇതിന്റെ പേരിൽ എന്നെ വിളിക്കുകയോ ശല്യപ്പെടുത്തുകയോ അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഇനി ഒരിക്കലും അനി എന്നെ വിളിക്കരുതെന്ന് പറയാം. നന്ദുവിന് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നു? അതെ, ഞാൻ പറഞ്ഞല്ലോ, അനാമികയായിട്ട് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന, ഇനി എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ അനാമികനെ വിളിക്കണം, അവളോട് സംസാരിക്കണം. അവളുമായിട്ട് കുറച്ച് അടുത്ത് ഇടപെടി കഴിയുമ്പോൾ അനിയുടെ മനസ്സിൽ ഈ ടെൻഷനൊക്കെ പോകും. എന്നെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാനായിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണേ? ഇതെല്ലാവരുടെ നന്മയ്ക്ക് വേണ്ട ഞാൻ പറയുന്നത്. നാളെ ആണെങ്കിൽ എനിക്ക് ആ വീട്ടിൽ കയറി വരാൻ സാധിക്കണം. ഇതിന്റെ പേരിൽ കല്യാണത്തിന് ശേഷമാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുതെന്ന് പറയാം. അനി പറഞ്ഞു, നന്ദു നീ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നന്ദു പോവുകയാണ്. എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ആദർശ് ഭയങ്കര ടെൻഷനിലാണ്. അവൾ എങ്ങോട്ടായിരിക്കും പോയിരിക്കുന്ന നയന എങ്ങോട്ടാന്ന് അറിയത്തില്ല. അങ്ങനെ ആദർശ് വെരുകിനെ പോലെ നടക്കുന്ന സമയത്താണ് മൂർത്തി മുത്തശ്ശൻ അങ്ങോട്ട് വന്നേ. നയനമോളെ നീ വിളിച്ചോന്ന് ചോദിക്കുക. വിളിച്ചു മുത്തശ്ശൻ, അവള് കോൾ എടുത്തില്ല, എങ്ങോട്ടാ പോയെന്ന് അറിയില്ല എന്ന് പറയാം. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം.
നീയും അവളുമായിട്ട് ഇപ്പോഴും യാതൊരു അടുപ്പമില്ലെന്ന്. കാരണം നീ അവളോട് അടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷെ അവൾ എങ്ങോട്ടാ പോയെന്ന് എന്നോട് പറയാതെ പോകത്തില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടോ അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കാര്യത്തിന് പോകുന്നെങ്കിൽ അവൾ നിന്നോട് പറഞ്ഞിട്ട് പോകും. ഒരു പക്ഷെ നിന്നോട് പറഞ്ഞിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് തോന്നിക്കാണും. അല്ലെങ്കിൽ നീ അവളെ മനസ്സിലാക്കാൻ ഇതിലായിട്ടും കൂട്ടാക്കിയിട്ടില്ല. അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ട ആള് നീയാണ്. ഇപ്പോഴും നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ആദർശേ ഇപ്പോഴും നിന്നോടാണെങ്കിൽ അവള് പുറത്തു പോകുന്ന സമയത്ത് ഒരു കാര്യം പറയാതെ പോകുന്നേ. ഇത് കേട്ടപ്പോ ആദർശ് പറഞ്ഞു, അല്ല അവൾ അവളുടെ ഇഷ്ടത്തിന് പോയതല്ലേ, അത് എനിക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശ? അവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയത്. നീ അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കുവാണെങ്കിൽ അവൾ എവിടെ പോയാലും നിന്നോട് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. അതിന് ആദ്യം നീ അവളെ അംഗീകരിക്കണം. നീ ആർക്ക് വേണ്ടി ജീവിക്കുന്നേ? നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടോ അതോ വീട്ടുകാർക്ക് വേണ്ടിയിട്ടോ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടോ? നീ നിനക്ക് വേണ്ടിയിട്ട് ആദർശം ജീവിക്കണ്ടേ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായി. നിനക്ക് ശേഷം കല്യാണം കഴിഞ്ഞ അബിയുടെ അവർക്കൊരു കുഞ്ഞു പറക്കാൻ പോവാ. പക്ഷെ ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് എതിരായിട്ടൊരു കുഞ്ഞു പറഞ്ഞിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പൊന്ന് പറഞ്ഞാ, പക്ഷെ അന്നൊക്കെ നീ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. എനിക്കറിയാം നിങ്ങൾ ഇപ്പോഴും ഒരു കുടുംബജീവിതം നയിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാ ഒരു മുത്തശ്ശൻ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരണമെന്ന് ചോദിക്കാം. അല്ല മുത്തശ്ശൻ, ഞാൻ കൂടുതലൊന്നും പറയണ്ട. ഇനിയെങ്കിൽ നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നോക്ക്. നയനമോളെ പോലെ ഒരു നല്ല പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്ന നിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം. അതിന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ച് ദിവസം അവളെ വീട്ടിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പം നിനക്കത് മനസ്സിലായ കാര്യമല്ലേ എന്ന് ചോദിക്കാം. ശരിയാ മുത്തശ്ശ, എന്നാലും ഇനി കൂടുതലൊന്നും പറയാലെന്ന് പറഞ്ഞ് മുത്തശ്ശൻ അങ്ങോട്ട് പോവാണ്. ആകെപ്പാടെ ടെൻഷൻ ആയിപ്പോയി ആദർശന്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ. ഈ സമയം നന്ദു വീട്ടിലേക്ക് വരുവാണ്. നന്ദു വീട്ടിലേക്ക് വന്നിട്ട് ഗോന്ന് ചോദിച്ചു, അതെ നയനമോള് വന്നിട്ട് എന്തു പറഞ്ഞു? കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ്. എല്ലാം ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നന്ദു കാര്യങ്ങളൊക്കെ പറയാം. നയനേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടതും ഗോതം പറഞ്ഞു, അപ്പം ഇനി ആപ്പാടെ പ്രശ്നമായല്ലോ. പാവം എൻ്റെ മോള്, അവൾക്ക് നല്ല വിഷമമായി കാണൂലേ? എന്നിട്ട് അവൾ എന്ത് പറഞ്ഞെന്നൊക്കെ ചോദിക്കുക. അച്ഛൻ പേടിക്കുന്ന പോലൊന്നുമില്ല. അതെ, ഞാനും അനിയും തമ്മിൽ ഇനി ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഒരു കാരണവശാലും അവൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ചെല്ലത്തില്ല. ഇത് കേട്ടുകഴിഞ്ഞപ്പം ഗോതിച്ചു, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ? അല്ല, അച്ഛന് ഭയം കാണുമായിരിക്കും ഞാനൊരു പക്ഷേങ്കിൽ അനന്തപുരിയിലേക്ക് കടന്നു ചെല്ലുവോ, അവന്റെ ജീവിതം തകർക്കുവോ, അല്ലെങ്കിൽ ചേച്ചിമാരുടെ ജീവിതം തകർന്നു പോകുന്നൊക്കെ. അതോർത്ത് അച്ഛനെയും വിഷമിക്കണ്ട കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അനിയെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ ഇനി വിളിക്കാനോ അല്ലെങ്കിൽ കാണാനോ വരത്തൊന്നുമില്ല. ഇനി അവന്റെ കല്യാണത്തിന് പോലും ഞാൻ അങ്ങോട്ട് പോണില്ല. പ്രശ്നം തീർന്നില്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗോതം പറഞ്ഞു, മോളെ കല്യാണത്തിന് പോരുന്ന എങ്ങനെ ശരിയാവുന്നേ? ഇല്ലച്ചാ, ഞാൻ കല്യാണത്തിന് വരുന്നില്ല. കല്യാണത്തിന് പോയിട്ടുണ്ടേ ശരിയാകത്തില്ല. അതൊരു പക്ഷേങ്കില് വിഷമാവെന്ന് പറയാം എനിക്ക്. മോള് ചെല്ലായിരുന്നിട്ടുണ്ടെങ്കിൽ ആനന്ദപുരിയിൽ എല്ലാവരും അന്വേഷിക്കുമല്ലേ? അപ്പൊ അവർക്കൊക്കെ സംശയം തോന്നൂലേ? എനിക്കും വിഷമാവില്ലെന്ന് ചോദിക്കേ. അതൊന്നും കുഴപ്പമില്ല, അനിയെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കോളാം. ആ സമയത്ത് എന്തേലും കാരണം പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറിക്കോളാം. ഞാൻ ഇതിനാച്ചാ അങ്ങോട്ട് വരണേ. ഞാൻ വന്നിട്ട് ഒരു പ്രശ്നം അവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും അവിടെ ഞാൻ കാണും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. ഈ പറയുന്ന നയനേച്ചോ നവ്യേച്ചയോ ആരും ബുദ്ധിമുട്ടല്ലേ. അതിനേക്കാൾ ഉപരി എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വിഷമം ഉണ്ടാവില്ലെന്ന് പറയാം. നന്ദുവിനെ ചേർത്ത് പിടിക്കുകയാണ് ഗോവിന്ദൻ പിടിച്ചിട്ട് എനിക്കറിയാം മോളുടെ വിഷമം എന്താന്ന്. കാരണം ഈ അവസ്ഥയെപ്പോയി മോള് വേറെ ആരെയാണെങ്കിലും സ്നേഹിച്ച് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. മോള് പറഞ്ഞ് ഞാൻ ആ ബന്ധം ഞാൻ നടത്തി തന്നെ. പക്ഷെ ഇത് മോൾക്കറിയാലോ, എനിക്കറിയാം അച്ഛാന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദനങ്ങൾ എഴുന്നേറ്റ് പോവാണ്. നന്ദുന് വല്ലാത്ത ശംഖു പൊട്ടിപ്പോകുന്ന വിഷമം തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? താന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇപ്പൊ അനിയെ മറന്നേ പറ്റുവോളെന്ന് നന്ദുവിന് മനസ്സിലായി. ഈ സമയം അനി വീട്ടിലേക്ക് എന്നിട്ടോ എനിക്കും വല്ലാത്ത വിഷമായിരുന്നു നന്ദുവിനെ കുറിച്ചുള്ള ചിന്തകൾ. ഒരു പക്ഷേങ്കില് തന്റെ നന്മയെ കരുതിയിട്ടായിരിക്കും അവൾ ഇങ്ങനെയൊക്കെ പറയണേ, അവളുടെ ചേച്ചിമാരുടെ ജീവിതം തകരില്ലെന്ന് വിചാരിച്ച്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പം വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് മനസ്സിലായി. ഇനി ഇതെങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശൻ എന്തൊക്കെയാ പറഞ്ഞു കൂട്ടുന്നത് പറയാനും പറ്റില്ല. ഈ സമയത്ത് ആദർശാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ല. ഇതുവരെയായിട്ട് നയനെ പോയിട്ട് വന്നിട്ടില്ല. അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയത്തില്ല. വിളിച്ചിട്ടാണെങ്കിലോ ഫോണൊന്നും കിട്ടുന്നുമില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് ദേവേനെ ഇങ്ങോട്ട് വരുന്നേ. ദേവേനെ വന്നിട്ട് ചോദിച്ചു, നീ എന്താ ആദർശം ഇങ്ങനെ നിൽക്കണേ? നീ ഒന്നും കഴിച്ചില്ല, ബാ കഴിക്കാൻ എടുത്ത് തരാന്ന് പറയണേ. ഇത് കേട്ട ആദർശം പറഞ്ഞു, എനിക്കിപ്പോ വേണ്ടമ്മയെന്ന് പറയാം. ഇനി അവള് വന്ന് അവളുടെ കൈ കൊണ്ട് വിളമ്പി തന്നാലോ നിനക്ക് കഴിക്കാൻ പറ്റുള്ളായിരിക്കും അല്ലേന്ന് ചോദിക്കാം. അങ്ങനൊന്നുമില്ല. അല്ല, അവൾ എങ്ങോട്ടാ പോണേന്ന് എന്നോട് പറഞ്ഞിട്ടാണോ പോയത്? ഞാൻ പറഞ്ഞല്ലോ അമ്മേ, അവൾ എന്നോടൊന്നും പറയാതെ പോയത്. അതെ, നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടിപ്പോ. അവള് വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം അവൾക്ക് ഇത്ര അഹങ്കാരം കൂടിയിട്ടുണ്ട്. അവൾ എങ്ങോട്ട് പോന്നു ഒന്നും ആരോടും പറയാതെ പോകുന്നേ. ഇത് കേട്ടപ്പോൾ ആദർശിന് സംശയം. ആദർശ് പറഞ്ഞു, എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി അവൾ അവളുടെ വീട്ടിലേക്ക് എങ്ങാനും പോയി കാണുമോ അമ്മേ? ഇനി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവള് ചിലപ്പം അവിടെ എങ്ങനെ നിന്ന് വരും.
ഇത് കേട്ടൻ ദേവേനി പറഞ്ഞു, അവള് പോയി നിൽക്കട്ടെ, അതിനെന്താ കുഴപ്പം, നീ അവളുടെ പുറകെ ഇനി അവളെ വിളിക്കാൻ പോയിരുന്നാ മതി. ഇത് കേട്ട ആദർശ് പറഞ്ഞു, അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, പക്ഷേങ്കില് നാളെ മുത്തശ്ശനോട് ഞാൻ വേണം മറുപടി പറയാനായിട്ട്. അത് മാത്രമല്ല, അവൾ എന്റെ ഭാര്യ, അവൾ അങ്ങനെ വീട്ടിൽ പോയിരുന്ന ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നേ? കുറച്ച് ദിവസം അവള് വീട്ടിൽ പോയിരുന്നപ്പോ ഈ കുടുംബത്തിലെല്ലാരും പഠിച്ചല്ലേ, ഈ പറയുന്ന അമ്മയും അപ്പച്ചിയും വരെ എന്തുമാത്രം അടുക്കള കിടന്ന് ഉഷ്ണിക്കുന്നത് ഞാൻ കണ്ടല്ലേ. ഇപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെല്ലാം ആഗ്രഹം അവളിവിടെ നിൽക്കണമെന്നല്ലേ? അമ്മയ്ക്ക് എതിർത്ത് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. അമ്മയുടെ മനസ്സിലെ ആഗ്രഹം അവൾ ഇങ്ങോട്ട് തന്നെ വരണം, ഇവിടെ നിൽക്കണം എന്നല്ലേന്ന് ചോദിക്കുക. അത് കേട്ടും ദേവേനയുടെ മുഖങ്ങൾ മാറി. ആദർശം മനസ്സിലായി അമ്മയുടെ മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ തന്നെ വെറുതെ ഇങ്ങനെ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി അമ്മയെ പറയുന്നതാണ്. പിന്നീട് ആദർശം പറഞ്ഞു, അതെ ഇനിയിപ്പൊ പണ്ടത്തെ പോലെ ഒന്നും എനിക്ക് അവളോട് ദേഷ്യപ്പെട്ട് പറയാനൊന്നും പറ്റില്ലമ്മേ. കാരണം അവള് പണ്ടത്തെ പോലെയല്ല, അങ്ങോട്ട് ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവളുടെ പുറകെ കാല് പിടിച്ച് പോകേണ്ടതായിട്ട് വരും. അതിനേക്കാളും ഭേദം അവളിവിടെ നിൽക്കുന്ന തന്നെയല്ലേ. അവൾക്ക് കൊടുക്കേണ്ട അംഗീകാരം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലല്ലോ. അവൾ നമുക്കൊരു ശല്യം ഉണ്ടാക്കാൻ വരുന്നില്ല. അവൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്ന, ആർക്കും ഒരു ശല്യത്തിനും പോകുന്നില്ല. പിന്നെ എന്തിനാ അമ്മേ എപ്പോ നോക്കിയാലും അമ്മ അവളിങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് കേട്ടതും ദേവേനിക്ക് നല്ല ദേഷ്യം വന്നു. കാരണം ദേഷ്യത്തിലൂടെ സങ്കടം വന്നു. കാരണം ആദർശം മുമ്പത്തെ പോലെയല്ല, തന്നെ എതിർത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ആയിരുന്നില്ല. താൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ട് അനുസരണയോടെ നിൽക്കുന്നവനാ. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. ആദർശം പറഞ്ഞു, അതുകൊണ്ട് ഇനി അമ്മ അവൾ ഇങ്ങോട്ട് കയറി വന്നാലും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുമൊന്നും വേണ്ട കേട്ടോ, ഞാൻ അവളോട് ചോദിച്ചോളാം. ഇനി അമ്മ ചോദിക്കാനും പറയാനൊന്നും പോകണ്ടെന്ന് പറഞ്ഞിട്ട് ആദർശം അങ്ങോട്ട് കയറി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ദേവേൻ നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത്. ഇതിന്റെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.